നിങ്ങളെ കുഞ്ഞുങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കുന്നു, അവർ ജീവിതത്തിൽ അത് പകർത്തുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പണമല്ല. പണത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അത് വൃത്തിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ അവർക്കത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് എങ്ങനെയായിരിക്കും ഉപയോഗിക്കുക? നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അവർ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമാനത്തോടെ എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു, എൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് ഈ അവരുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനും പ്രയോജനം ചെയ്യുന്ന കാര്യമാണോ? അല്ലെങ്കിൽ സമൂഹം അവരെ തിരുത്തേണ്ട സാഹചര്യം വരുമോ? അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ അവരെ തിരുത്തേണ്ടി വരുന്ന സാഹചര്യം വരുമോ എന്നത് മുഖ്യമാണ് എന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ തമ്മിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അത് മക്കളുടെ മുമ്പിൽ ഇല്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കുകയും അവരോട് സോഷ്യൽ മീഡിയ നോക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നതിലെ പാരഡോക്സ്, വൈരുദ്ധ്യം നിങ്ങൾ മനസ്സിലാക്കുക. അവരൊരിക്കലും നിങ്ങളെ അംഗീകരിക്കാൻ പോകുന്നില്ല, അവർ നിങ്ങളെ അനുകരിക്കുക മാത്രമാണ് ചെയ്യാൻ പോകുന്നത് എന്ന ഈ സൂത്രവാക്യം ഇപ്പം തന്നെ എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഈ ഞാൻ പറഞ്ഞ ഈ ഭാഗം നിങ്ങൾ മക്കൾ അച്ഛനമ്മമാരെ അനുകരിക്കുകയാണ്, അനുസരിക്കുകയല്ല ചെയ്യുന്നത്. എഴുതുക. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എഴുതുക. ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഒരു സ്റ്റിക്ക് പേപ്പറിൽ, അതായത് നമുക്ക് ഒട്ടിക്കുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറിൽ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളുടെ ബാത്റൂമിൽ, വാഷ്റൂമിൽ കണ്ണാടിയുടെ മുകളിൽ ഒട്ടിക്കാം, നിങ്ങളുടെ ഡ്രസ്സിങ് റൂമിൽ കണ്ണാടിയിൽ ഒട്ടിക്കാം. അതൊന്നും അല്ലാത്ത ആളുകൾ വീട്ടിൽ പിന്നെ വല്ല മേശമേലും ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം, നിങ്ങളുടെ കിച്ചണിൽ ഇത് ഒട്ടിക്കാം. അതേപോലെ തന്നെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് പോക്കറ്റിലും ഇടാം. ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ്, മസ്റ്റാണ്. ഞാൻ വെറുതെ വേദമന്ത്രം ക്ലാസ് എടുത്ത് പോയതുകൊണ്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്കൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് മാറ്റം സംഭവിക്കണമെങ്കിൽ യു ഹാവ് ടു ഡു ദീസ് എക്സർസൈസസ്. എൻ്റെ മക്കൾ എന്നെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്, എന്നെ അനുസരിക്കുകയല്ല. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴൊക്കെയാണ് നിങ്ങളെ മനസ്സിന് താളം തെറ്റുന്നത്, എപ്പോഴാണ് നിങ്ങളെ മനസ്സും വാക്കും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോയിട്ട് വാക്ക് വളരെ നിശബ്ദതയെ ഭഞ്ജിക്കുന്ന, മനുഷ്യ മനസ്സിൻ്റെ ശാന്തതയെ ഇല്ലാതാക്കുന്ന വാക്കുകൾ പറയാൻ പ്രേരിപ്പിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് മക്കളുടെ മുമ്പിൽ വെച്ചാണോ? ആണെങ്കിൽ 41 ദിവസത്തെ വ്രതത്തിൽ തീരുമാനമെടുക്കുക, ഞാൻ 41 ദിവസം ഇത് ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കുക, അല്ലെങ്കിൽ നിലത്ത് ഒരു പായ വിരിച്ച് കിടക്കുക, അതല്ലെങ്കിൽ 41 ദിവസത്തെ ആ വ്രതം അവിടെ വെച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അതാണ് ഞാൻ പറയുന്ന ഏറ്റവും നല്ല എക്സർസൈസ്. നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ എന്ത് ചെയ്തതാണ്? നിരീക്ഷിച്ചതാണ്, നമ്മളെ ജീവിതത്തിൽ പകർത്തിയതാണ്. നമ്മളും അതേപോലെ നമുക്ക് ഒരുപാട് വിഡ്ഢിത്തരങ്ങളൊക്കെ പറ്റുന്നുണ്ട്. ആ വിഡ്ഢിത്തരങ്ങളെല്ലാം നമ്മുടേതല്ല. യഥാർത്ഥത്തിൽ നമുക്ക് പല തരത്തിൽ നമ്മളിലേക്ക് വന്നു ചേർന്നതാണ്. പലപ്പോഴും സമൂഹം നമ്മളെ തിരുത്താറുണ്ട്. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവർ തിരുത്തും. അച്ഛനെ അനുകരിക്കുന്ന മകൻ ചെയ്യുന്ന തെറ്റുകൾ ചിലപ്പോൾ അമ്മമാർ തിരുത്താറുണ്ട്. അമ്മയെ അനുകരിക്കുന്ന പെൺകുട്ടികളുടെ രീതികളെ ചിലപ്പോൾ അച്ഛന്മാർ തിരുത്താറുണ്ട്. ഇതല്ലെങ്കിൽ അമ്മാവന്മാർ തിരുത്തിയെന്ന് വരാം, അല്ലെങ്കിൽ ചെറിയച്ഛന്മാരോ വലിയച്ഛന്മാരോ ഒക്കെ തിരുത്തിയെന്ന് വരാം. ആരെങ്കിലുമൊക്കെ ആകട്ടെ, അത് തിരുത്താനുള്ള ഇട നിങ്ങൾ കൊടുക്കാതിരിക്കലാണ് ഒരു നല്ല അച്ഛനമ്മമാരാവുക എന്നതിൻ്റെ ഉത്തമമായ രീതി. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.